ഇന്ത്യയിൽ നിന്ന് ബുൾഡോസർ രാജ് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ വളരെയേറെ മോശമായ രീതിയിലുള്ള വിഷയങ്ങളാണ് ഉത്തരേന്ത്യയിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചില വീടുകളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ പള്ളികളുടെ ഭാഗങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഏറെ ഭീകരമാണ് നിയമത്തിന്റെ മറയുള്ള ബുൾഡോസർ എന്ന് പറയുന്നത്. നിയമത്തിന്റെ മറയുള്ള ബുൾഡോസറാണ് നമ്മൾ പേടിക്കേണ്ടത്. ഇതൊക്കെ പൊളിച്ച് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പല സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നിർമ്മാണങ്ങളാണ്. പക്ഷേ ഈ നിയമത്തിന്റെ ഈ ഭീകരമായ നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ നിയമത്തിന്റെ മറയുള്ള ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഈ സമുദായത്തെ വളരെയധികം തന്ത്രപരമായി അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സർവകക്ഷി യോഗം നടന്നുകൊണ്ടിരിക്കുക എല്ലായിടത്തും. അവിടെയൊക്കെ ഇവർ ആവശ്യപ്പെടുന്നത് വോട്ടർ പട്ടികയുടെ പുതിയ ഈ എല്ലാ കാലത്തും നടക്കാനുള്ളതാണിത്. എല്ലാ വർഷവും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഓരോ വർഷവും വോട്ടർ പട്ടിക അത് മരിച്ചുപോയ ആളുകളുണ്ടാകും. അതേപോലെ തന്നെ മറ്റുള്ള രീതിയിലൊക്കെ വിഷയങ്ങൾ വന്നവരെ മാറ്റേണ്ടതുണ്ട്, അത് ക്ലിയർ ആക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് SIR എന്ന് പറഞ്ഞത്, അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. അതിൽ ആളുകൾ കടന്നുകൂടിയുണ്ടെങ്കിൽ ഒഴിവാക്കണം, മരണപ്പെട്ട ഒഴിവാക്കണം. ഇതിനു വേണ്ടിയുള്ള സാധാരണ നടക്കുന്ന നോർമലായൊരു വിഷയമാണ്. അതാണ് ഇന്ന് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ജാഗരൂകമായി പ്രതികരിക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സാമൂഹിക പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, സാധാരണക്കാർ ഇതൊന്നും അറിയില്ല. അറിയാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നും അവർക്കറിയില്ല. എന്ത് വോട്ടർ പട്ടികയുള്ളത്, എന്ത് പൗരത്വമാണ്, ഇതൊന്നും ആർക്കും അറിഞ്ഞൂടാ. നമ്മുടെ ഓരോ മഹല്ലുകളും ഓരോ പഞ്ചായത്തുകളും വാർഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് എത്ര ആളുകൾ വോട്ടർ പട്ടികയിൽ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ അതിന് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. ചിലപ്പോൾ കുടുംബനാഥൻ അത് സാധ്യമായിക്കൊള്ളണമെന്നില്ല. അത് നോക്കേണ്ടത്, അതിനെതിരെ ശക്തമായി ജാഗരൂകരാവേണ്ടത്, ഈ അവകാശങ്ങളുടെ പോരാട്ട വീര്യം അത് നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തകന്മാർ ആ രംഗത്തുണ്ടാകുമ്പോഴാണ്. അത് അവർ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധയോടെ, വളരെ കർശനമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യേണ്ട സന്ദർഭം ഇതാണ്. നമുക്കറിയാവുന്ന 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരും അതുപോലെ തന്നെ എന്യൂമറേഷൻ ഫോമിൽ രേഖപ്പെടുത്തിയ മാതാപിതാക്കളുടെ പേരുകളിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വന്നാൽ മതി. ഇവരൊക്കെ BLOമാർ മുഖേനയുള്ള ഹിയറിംഗിന് ഹാജരായി. അവർ ഹിയറിംഗിന് ഹാജരായി കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി 21 പുറത്തിറക്കുന്ന ഈ അന്തിമ പട്ടികയിൽ സ്ഥാനം പിടിക്കാൻ ഈ ഹിയറിംഗിലൊക്കെ ഒരു പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധയോടെ, ഗൾഫിൽ പോയ ആളുകളുണ്ട്, അതുപോലെ തന്നെ വീട് മാറിയ ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. നമ്മുടെ വീടുകളിൽ നമ്മുടെ ബന്ധപ്പെട്ടവർ നമ്മൾ വോട്ടർ പട്ടികയിലുണ്ടോ ഇല്ല എന്നുള്ള പരിശോധന BLOമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വീടുകളിലും 3 തവണയെങ്കിലും BLOമാർ വരണമെന്നാണ്. അഥവാ ബൂത്ത് ലെവൽ ഓഫീസർമാർ വന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഇല്ലാതെ പോയാൽ അത് നമ്മൾ അതിൽ നിന്ന് ഒഴിവാകാൻ ഒരു കാരണമാണ്. അതേപോലെ തന്നെ 20 ലക്ഷത്തോളം വരുന്ന ഗൾഫുകാരുള്ള നാടാണ് നമ്മുടെ നാട്. ഈ ഗൾഫുകാർക്കൊക്കെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്ന സ്ഥിതിവിശേഷം വന്നാൽ വ്യക്തമായ രീതിയിൽ രേഖകൾ കൊടുത്തിട്ട് പോലും പലയിടത്തും തള്ളപ്പെടുകയാണ്. ഇങ്ങനൊരു വിഷയം വന്നാൽ നമ്മൾ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരത്വത്തിൽ നിന്ന് നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് പറയാൻ പിന്നീട് അവകാശമില്ലാതെയായി മാറിപ്പോകും. ഇപ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ച ഈ വോട്ടർ പട്ടികയിലൊക്കെ ഇവരെ കുറെ ആളുകളെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ്. 24,80,503 ആളുകളാണ് ഈ കരട് പട്ടികയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച് ഒഴിവാക്കിയിട്ടുള്ളത്. അത് മരിച്ച ആളുകൾ ലക്ഷങ്ങളുണ്ട്, 6 ലക്ഷത്തിൽ ചില്ലാനുണ്ട്. കണ്ടെത്താത്തവർ 6 ലക്ഷത്തിൽ ചില്ലാനുണ്ട്. 8 ലക്ഷത്തോളം അധികം ആളുകൾ സ്ഥലം മാറിയവരുണ്ട്. ഇവരൊക്കെ തരംതിരിച്ചുകൊണ്ട് വളരെയേറെ നമ്മുടെ വിശ്വാസികളായ ആളുകളെ ഇതിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതിയിലുള്ള വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുന്നതിന് പകരം അതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് CA നമുക്കറിയാവുന്നതാണ്.
നമ്മളെങ്ങാനും ഇതിൽ നിന്ന് പുറത്തു പോയി പൗരനല്ല എന്നുള്ളൊരു നിയമം വോട്ടർ പട്ടികയിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടിക നമ്മൾ ഇല്ലാതെ പോയാൽ നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരന്മാരല്ലാതല്ലോ. പൗരത്വ ഭേദഗതി നിയമം നമുക്കറിയാവുന്നതാണ്. CA വളരെ നമ്മൾ അതിനെതിരെ ശക്തമായി പോരാട്ടം നടത്തിയതാണ്. ഈ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾക്ക് അവർക്ക് പ്രയാസമില്ല. കാരണം എന്തുകൊണ്ട്? അവർ അതിൽ നിന്ന് ഒഴിവാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കയറി വന്നവരെന്ന് പറയപ്പെടുന്ന ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ഇവിടുന്ന് വരുന്ന ആളുകൾക്ക് വിശ്വാസികളാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരനാവണമെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കൂല എന്നുള്ളത് വ്യക്തമായ നിയമം പാസ്സാക്കി കഴിഞ്ഞു. അത് പാസ്സാക്കിയ വിഷയമാണ്. അത് CA എന്ന് പറയുന്നത് പാസ്സാക്കിയൊരു നിയമമാണ്. അവർക്ക് യാതൊരു പ്രശ്നമില്ല. വിശ്വാസികൾക്കാണ് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത്. അഥവാ അവർ വരുന്നത് ഈ രാജ്യത്തേക്ക് കയറി വരുന്നത് നുഴഞ്ഞുകയറ്റക്കാരാവാം, അല്ലെങ്കിലോ മറ്റുള്ള രീതിയിലുള്ള പല രീതിയിലും അവരെ തള്ളിക്കളയാൻ കഴിയും. കാരണം പാകിസ്ഥാനിൽ വന്ന ഒരാളാണെങ്കിൽ അവൻ പാകിസ്ഥാനിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് അവിടെ സുരക്ഷയുണ്ട് എന്നാണ് ന്യായം പറയുന്നത്. അഫ്ഗാനിലാണെങ്കിലും അവിടെ സുരക്ഷയുണ്ട് ഒരു മുസ്ലിമിന് എന്നാണ്. അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വരുമ്പോഴും അവർക്ക് മുസ്ലിമിന് സുരക്ഷയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് ന്യായമുള്ളത്. ഒക്കെ സംഭവം ശരിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ മ്യാൻമർ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ അടുത്തുള്ളതാണ്. കിലോമീറ്ററുകളാണ് ആ രാജ്യവുമായി നമ്മുടെ ഇന്ത്യ രാജ്യം അതിർത്തി പങ്കിടുന്നത്. അവിടുന്ന് വരുന്ന ആളുകൾക്കും കൊടുക്കണമായിരുന്നു. പക്ഷെ അവിടുന്ന് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ കാണുന്ന ന്യായങ്ങളൊക്കെ ദുർബലമാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഥവാ ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കാൻ പാടില്ല. ഇതൊക്കെ ജാഗരൂകരാവണം എന്നുള്ളതിൻ്റെ വ്യക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പുകളാണ്. ഈ ഒരു മുന്നറിയിപ്പാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ഖുർആൻ പറയുന്നുണ്ട്, മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. കിതാബിൻ്റെ അഹ്ലുകാർ, അവിശ്വാസി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒന്ന് യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഖൈർ കിട്ടുമ്പോൾ അതവർ ഇഷ്ടപ്പെടാതെ പോകുന്നു എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് പ്രത്യേകമാക്കും. അല്ലാഹു ഏറ്റവും വലിയ ഔദാര്യമുടയവനാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ കാണാവുന്നതാണ്. ഞാനിത് പറയാനുള്ള കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പല ആളുകളും ഇത് സംബന്ധമായി ബോധവാന്മാരല്ല എന്നുള്ളതാണ്. ഗൾഫിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, അതൊക്കെ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരൊക്കെ പുറത്തു പോകുന്ന അവസ്ഥ വന്നാൽ, ഈ SIR ഈ നിയമത്തിൻ്റെ മറവിൽ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന അവസ്ഥ വന്നാൽ ഒരു വലിയ പ്രതിസന്ധി നമ്മൾ നേരിടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകന്മാർ അവർ ഈ രംഗത്ത് ജാഗരൂകരാവണം. നമ്മുടെ ആളുകൾ ആരൊക്കെയാണോ ഇന്ന് പുറത്തു പോയിട്ടുള്ളത് അവരെ കണ്ടെത്തണം. അവരെ കണ്ടെത്തി എന്തു വേണമെന്നുള്ളിടത്തേക്ക്, അഥവാ ഇനി ഒന്നുമില്ലാത്ത അവസ്ഥ വന്നാൽ, ഇന്ത്യൻ പൗരനല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ, ഈ രേഖകളൊന്നും ഇല്ലാതെ പോയാൽ, വലിയ രേഖകളാണ്, നിസാരമൊന്നുമില്ല. ബാപ്പാമാരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വരെ വേണമെന്നാണ്. ഏത് കാലത്ത് ജനിച്ചവർ ആ കാലഘട്ടങ്ങളിൽ അവർക്കുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കുന്ന രീതിയിൽ കിട്ടാത്തതാണ്.